ഈ കോളേജിൽ ആരും അറിയത്തില്ലല്ലോ. ഞാൻ ആരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും? ഞാൻ എന്ത് ചെയ്യും ഇനി ദൈവമേ? ഭയങ്കര കഷ്ടമായിപ്പോയല്ലോ. ഞാൻ ആരുടെ അടുത്ത് പോയി ചോദിക്കും? അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്, അവളോട് ചോദിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. ആരാ? നിവ്യ. എന്താടോ, എന്തിനാ വിളിച്ചേ? അല്ല, തന്നെ കണ്ട് നിവ്യ പോലെ ഒരു കട്ടുണ്ട്, പക്ഷേ ഒന്നുമില്ല. ഞാൻ നിവ്യ അല്ല. ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ നിവ്യയുടെ ചേച്ചിയാണ്. ഞാനും അവളും 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കാണാൻ പക്ഷെ ഒരേപോലെയാണ്. താൻ നിവ്യയെ കണ്ടായിരുന്നോ? എനിക്ക് അത്യാവശ്യമായിട്ട് അവളെയും കൂട്ടി വീട്ടിലോട്ട് പോകണം, അതുകൊണ്ടാണ്. ഒന്ന് അവളെ കാണുവാണെങ്കിൽ അവളുടെ ചേച്ചി വന്നിരുന്നു പറയണേ. ഞാനായിട്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല എന്തായാലും. അതെന്താടോ? ദേ വരുന്നു ദിവ്യ ചേച്ചി. ദിവ്യ ചേച്ചി എന്നാ വന്നേ? എപ്പോൾ വന്നു? പാറു, ഇതെൻ്റെ ഇളയ ചേച്ചി കേട്ടോ. ഇതിന് മൂത്തൊരു ചേച്ചി വേറെ ഉണ്ട്. ഇതെൻ്റെ ദിവ്യ ചേച്ചി കേട്ടോ. നിങ്ങളെന്നെ പരിചയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ മര്യാദയ്ക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. ഇതെൻ്റെ ചേച്ചി ദിവ്യ ചേച്ചി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പാർവതി കേട്ടോ. നിവ്യ, വിദ്യ ചേച്ചിയും വന്നിട്ടുണ്ട്. പപ്പ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളോട് അങ്ങോട്ട് എല്ലാവരോടും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ചേച്ചി. പാർവതി, കുറച്ച് തിരക്കുണ്ട് കേട്ടോ, ഞങ്ങളൊന്ന് പോട്ടെ. കുറേ നേരമല്ലേ നമ്മളിവിടെ നിൽക്കുന്നു, അതുകൊണ്ട് അന്വേഷിച്ച് വന്നതായിരിക്കും. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് പോട്ടെ. എത്ര നേരം നിവ്യയെ കൂട്ടാൻ നീ പോയിട്ട്? എന്താ ഇത്ര നേരത്തെ വരാഞ്ഞേ? സോറി വിദ്യ ചേച്ചി, ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുമായിരുന്നു. സോറി ചേച്ചി, ഞാനിപ്പോൾ വരാം. പാറു, ഇതാണ് എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി വിദ്യ ചേച്ചി. ചേച്ചി കുറച്ച് തറ, അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ. ബൈ. എന്താ? എന്നാൽ പോയിക്കോ കേട്ടോ. എന്താടി നീ കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്നേ? ഈ 3 തിരുമോന്ത കാണുമ്പം എനിക്ക് തിരുവനന്തപുരം പോലെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം ദിവ്യ ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നിവ്യയാണെന്ന്. എന്നിട്ട് ഞാൻ നിവ്യ എന്ന് വിളിച്ചിട്ടാണ് ചെന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങൾ 3 പേരും എക്സാക്റ്റ് ഒരേപോലെ ഉണ്ട്, ഇരട്ടകളെ പോലെ ഉണ്ട്, ഇരട്ട പെറ്റ പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? വിദ്യ ചേച്ചി ഞാനും തമ്മിൽ 4 വയസ്സിൻ്റെ ഡിഫറൻസും 2 വയസ്സിൻ്റെ വ്യത്യാസവും ഉണ്ട്. നജ വരുന്നുണ്ട്, അവളൊന്ന് പറ്റിച്ചേക്കാം. നജ, ഒന്നിങ്ങോട്ട് വരാമോ? ഇതെന്താ ഇരട്ടകളുടെ സംസ്ഥാന സമ്മേളനമോ? ശിവൻ ചേട്ടനും ശിവാനിയും ഇരട്ടകൾ. നിങ്ങളും ഇരട്ടകളാണോ? എന്തായാലും റെക്കോർഡ് തകർത്തിട്ടുണ്ട്. 3 പേരുണ്ട് കേട്ടോ. എന്തായാലും ശരിക്കും നിങ്ങൾ ഇരട്ടകളാണോ? ഞാൻ ദിവ്യ. ഞാൻ വിദ്യ. ഞാൻ നിവ്യ കേട്ടോ. പൊട്ടത്തെ, ഞങ്ങൾ ട്വിൻസൊന്നുമല്ല. ഞങ്ങൾ എത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്നറിയോ? ആദ്യത്തെ ചേച്ചിയും ഞാനും തമ്മിൽ എന്ന് വെച്ചാൽ വിദ്യ ചേച്ചിയും ഞാനും തമ്മിൽ 4 വയസ്സിൻ്റെ ഡിഫറൻസും ദിവ്യ ചേച്ചിയും ഞാനും തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസും ഉണ്ട്. പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഞങ്ങൾ 3 പേരും കാണാൻ ഇരട്ടകളെ പോലെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? എന്തായാലും ആർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞുതരാം, തൊട്ട് കാണിച്ചിട്ട്. ആരിത്? ശിവാനി, നീ ആയിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് നിനക്ക് എല്ലാവരും അറിയാമെന്ന് എനിക്കറിയാം. നീ ഇനി നിൻ്റെ ആഗ്രഹമാണെങ്കിൽ എല്ലാവരും തൊട്ട് കാണിച്ചിട്ട് പോയിക്കോ. സന്തോഷം. അങ്ങനെയെങ്കിലും ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന ഈ 2 പോത്തുകളുടെ തലയിൽ എന്തെങ്കിലും കയറിക്കോട്ടെ. പോടി, ഇവർ പോത്തൊന്നുമല്ല, ഇവരെൻ്റെ പാവം സിസ്റ്റേഴ്സാണ്. ഒന്നും പറഞ്ഞാൽ നീ ഹൃദയമില്ലാത്തൊരു പോത്താണല്ലോ അല്ലേ? അപ്പോൾ ഇവർ നിൻ്റെ സിസ്റ്റേഴ്സ്. ഞാൻ സംഭവിച്ചു. ചേച്ചിമാരെ നോക്കണേ, ഈ കടുവയുടെ ഉള്ളിലും സിസ്റ്റേഴ്സ് എന്നൊക്കെ ഒരു വാക്ക് കേട്ടുന്നേ. വലിയ അത്ഭുതമല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്. നീ പോടി, ഞാൻ പോത്താണെങ്കിൽ നീ കഴുത. ആരെന്റെ പാവം ചേച്ചി പോത്ത് കഴുതെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? അതെ, നിന്റെ പൊന്നാങ്ങള വന്നിട്ടുണ്ട്. ആടാ മോനെ, നിന്റെ പാവം ചേച്ചി ഇതാ ഈ നിൽക്കുന്ന ഇവള് നിവ്യ പോത്തുന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു. അത് സത്യമായൊരു കാര്യമില്ല ചേച്ചി, പിന്നെ നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റില്ലല്ലോ. എവിടുന്ന ഒരു പട്ടി പോകുന്നോട്ട് വെച്ചാ? ഞാനാടാ പട്ടി. അയ്യോ, പാറുക്കുട്ടി എന്തുവാ പാറക്കുട്ടിയോ? നിന്റെ സ്വന്തം ചേച്ചിയെ പോലെ നീ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗൈസ്? ഇവൻ്റെ ചേച്ചി നല്ലതൊരു വാക്ക് വിളിക്കാറില്ല. അതും എന്താ ഒരു ആക്കിയുള്ള വിളി പോലെ ഇല്ലേ? എന്നിട്ട് പാർവതിയെ വിളിക്കുന്നതൊക്കെ പാറക്കുട്ടീന്ന്.
ശരിക്കും കടുവകളുടെയൊക്കെ ഹൃദയം പ്രാവിനെ പോലെ ആവുന്നുണ്ടോ എന്നൊരു സംശയം കേട്ടോ. ഞാൻ പറഞ്ഞൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഉണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ദിവ്യേച്ചി പറഞ്ഞിട്ടുള്ള ഒരു തെറ്റുമില്ല. അതെ, ഇവള് വന്നതോടെ ഇവൻ എന്നോട് ഉണ്ടായിരുന്ന സ്നേഹം കൂടെ തീർന്നു. അല്ല, പറഞ്ഞാലും ശ്രീധരൻ്റെ കരയുന്നേ. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സിബ്ലിങ്സ് ഉണ്ട്, ബട്ട് എൻ്റെ ചേട്ടൻ മാത്രമില്ല. പാവം എൻ്റെ ചേട്ടൻ ഏതോ നാട്ടിൽ പോയി കഷ്ടപ്പെടുക. അല്ല, വെയിറ്റ്, നീ ഒറ്റ മോളല്ലേ? പിന്നെ നിനക്ക് ഇവിടുന്ന് ചേട്ടൻ? ഞാൻ ഒറ്റ മോളാണെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ ട്വിൻസ് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് ട്വിൻസ് ആയാലെന്താ? എനിക്കുണ്ടോ ചേട്ടൻ? എൻ്റെ മാത്രം, എൻ്റെ ട്വിൻ ബ്രദർ. ചേച്ചി നിങ്ങോട്ട് വന്നേ. ചേച്ചിയുടെ പറഞ്ഞത് ഒറ്റ മോളാണെന്ന്. എടാ, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒറ്റ മോളാണെന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ പെട്ടെന്ന് ആകാശത്ത് പൊട്ടിമുളച്ചാണോ അവളുടെ ചേട്ടൻ? പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഇപ്പൊ പൊട്ടിമുളയ്ക്കാൻ പോവല്ലേ? അങ്ങോട്ട് തല്ല. വെയിറ്റ്, അവളുടെ ചേട്ടൻ വേറെ നാട്ടിലാണെന്നല്ലേ പറഞ്ഞേ? അതെനിക്കറിയാതെ പോയത്. അത് ശരിയാ. എൻ്റെ ചേച്ചി നാട്ടിലെ ഒറ്റ ആമ്പിള്ളേരെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഡാടാ, കൊത്തി നീ മുറത്തി കയറി കൊത്തുന്നോ? അപ്പം അങ്ങോട്ട് പോവാ, ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയം വരും. പിന്നെ അങ്ങോട്ട് വാ. ഇനി നീ ഏതെങ്കിലും ചെക്കന്മാരുടെ കാര്യം എൻ്റെ കൂടെ പറഞ്ഞ പിന്നെ നിൻ്റെ പാർവതി പ്രണയം, നിൻ്റെ ദിവ്യമായ പ്രണയം ഞാൻ പൊളിച്ച് കയ്യിലെടുക്കി തരും. നിനക്കറിയാലോ, ഞാൻ എൻ്റെ ജന്മത്തെ ഒറ്റയാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അതെപ്പോഴും അവൻ മാത്രമായിരിക്കും. ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് നമ്മൾ ജനിച്ചത്, അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഏജ് ഡിഫറൻസ് ആണെങ്കിലും. ദയവ് ചെയ്ത് അവൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ചേച്ചി എന്നുള്ള വിളി ഒന്ന് നിർത്തിയാൽ മാത്രം മതി. നീ അത് മാത്രം എനിക്ക് ചെയ്ത് തന്നാൽ മതി. കേട്ടോടാ അന്യജ. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? പാർവതിയുടെ ചേട്ടൻ്റെ പേരെന്താ? പ്രദീപ് എന്നാ എൻ്റെ ചേട്ടൻ്റെ പേര്. കാണുന്ന എക്സാക്റ്റ് എന്നെ പോലെ തന്നെയാണ്, കുറച്ച് ഹെയർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവനവിടെ കൊറിയയിലാണ് പഠിക്കുന്നത്. പഠിച്ചുകൊണ്ട് ഞാൻ ബിസിനസ് നോക്കുന്നുണ്ട്. അയ്യോ, ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ബിസിനസ് എന്നല്ലേ പറഞ്ഞേ? ബിസിനസ് മീൻസ് അവന് അവിടെ ഒരു ജോലിക്കാരൻ, അത്രേ ഉള്ളൂ. ഞാനും വിചാരിച്ചു. എന്ത് വിചാരിക്കാൻ? ഒന്നുമില്ല വിചാരിക്കാൻ, അത്രേ ഉള്ളൂ. ഇവൾക്കുള്ളിൽ ഒരുപാട് മിസ്റ്റീരിയസ് ഉണ്ട്. എല്ലാം ഞാൻ ഒരു ദിവസം കണ്ടുപിടിക്കാം. ശിവേട്ടൻ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ട് കാണൂ? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും സംശയം തോന്നിക്കണോ നീ? ആകെ പേടിയാവുന്നല്ലോ, ആ ലുക്ക് കണ്ട മനസ്സിലാവും. എന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും നോക്കുന്നത്? കണ്ണിൻ്റെ മിത്ത് തന്നെ. ദിവ്യ, കം ഹിയർ. എന്താ ചേച്ചി? നീ നോക്കിയേ, ശിവനും പാർവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കല്ലേ? ശരിയാ, അവരങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാനതിപ്പോൾ ശരിയാക്കി തരാം. കണ്ണും തമ്മിൽ എന്താ? ഒന്നുമില്ല, കുറച്ച് നേരമായിട്ട് രണ്ടുപേരും കണ്ണും നോക്കി നിൽക്കുമായിരുന്നു. അതാ ദിവ്യ ഒരു പാട്ട് പാടി അവരുടെ കണ്ണും അവസാനിപ്പിച്ചത്. നടക്കട്ടെ, കണ്ണും ഓ മൈ ഗോഡ്, എന്ത് കാര്യം എനിക്ക്. എല്ലാവരും കണ്ട് നാണം കിട്ടില്ലേ? സബാഷ്, എൻ്റെ ഇമേജ് ഇതോടെ പോയിരിക്കുന്നു. എല്ലാം അറിയാവുന്നതാണ്, കുഴപ്പമില്ല. എന്നാൽ എൻ്റെ പരാജയത്തിൽ നിന്ന് ഈ പൊട്ടിക്കാളിക്ക് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദൈവമേ, എങ്ങനെ ഞാൻ അവളെ മനസ്സിലാക്കി വയ്ക്കും? ചേച്ചിമാർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടോന്നല്ലേ പറഞ്ഞേ? വേഗം പോയിക്കോ, പോകാൻ നോക്ക്. അത്യാവശ്യം ആയിട്ടുള്ള കാര്യമല്ലേ? പോയിക്കോ. ടാറ്റ, എല്ലാവർക്കും ടാറ്റ. പോയിക്കോട്ടോ. ശരിയാ. അയ്യോ വാ, വേഗം പോവാം, വാ. അയ്യോ മറന്നു, വേഗം വാ, പോവാം, വാ. ബൈ, എല്ലാവർക്കും ബൈ ഒക്കെ പിന്നെ പറയാം. നീ വേഗം വന്നേ, അത്യാവശ്യമായിട്ടാണ് പോകുന്നത്. ബൈ, പോയിക്കോ, ടാറ്റ. ഇന്ന് വരുമോ നോക്കട്ടെടി. ബൈ, പോവാണേ. പാറു, ശിവ, പോവാണേ. ബൈ, പോയിക്കോ വേഗം, അത്യാവശ്യമല്ലേ? പോയിക്കോ.